യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ കർത്തൃദിവസത്തിൽ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും, എന്നെ കാണുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. 6-7 വാക്യങ്ങൾ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. മതി. ആദ്യത്തെ പദം ജാപത്തെ വാക്യത്തിനകത്ത് ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നു. രണ്ടാമത്തെ പദം അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ഇന്ന് പകൽ നാം ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ ആധിപത്യത്തെ കുറിച്ചാണ്. വേഗത്തിൽ പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ആധിപത്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പിശാചിന് നമ്മുടെ മേലുള്ള ആധിപത്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പിശാച് നമ്മളുടെ നന്മകളെ, നമ്മളുടെ ഭാവിയെ, നമ്മളുടെ ആത്മീക ജീവിതത്തിന്റെ മേൽ പിശാച് കടന്നു കയറി ആധിപത്യം പുലർത്തുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കാറും പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്നത് കർത്താവിന്റെ ആധിപത്യത്തെ കുറിച്ചാണ്. ക്രിസ്തു നമ്മുടെ മേൽ എങ്ങനെയാണ് ആധിപത്യം ഏറ്റെടുക്കുന്നത്? എന്താണ് ആധിപത്യം? എന്താ ആധിപത്യം? നമ്മുടെ മുഴുവൻ നിയന്ത്രണവും കർത്താവിന് കൊടുക്കുന്നതിനെയാണ് ആധിപത്യം എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഞാൻ എന്റെ നിയന്ത്രണത്തിലല്ല, ഇനി ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി എന്നെ മുഴുവനായി കർത്തൃകരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഞാനൊരു ആധിപത്യത്തിന്റെ കീഴിലാകുന്നത്. ഇതാണ് നാം വായിച്ച വേദഭാഗം. യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കാറുള്ള ഒരു വേദഭാഗമാണ്. യശയ്യാപ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഭാഗം. അവന്റെ ആധിപത്യത്തിന് വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. അപ്പൊ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകില്ല. യേശുവിന്റെ തോളിന്മേൽ ആധിപത്യം വെച്ചിരിക്കുന്നു. അവന്റെ തോളിന്റെ മേൽ. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം, 5-ാമത്തെ വാക്യം. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നു. മതി. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നു. ഇന്ന് പകലിൽ നമ്മെ ഭരിക്കേണ്ടതും നമ്മെ നിയന്ത്രിക്കേണ്ടതും നമ്മെ നടത്തേണ്ടതും പരിശുദ്ധാത്മാവാണ്. നമ്മെ നിയന്ത്രിക്കേണ്ടതും നമ്മെ നടത്തേണ്ടതും നമ്മെ വഴി നടത്തേണ്ടതും സമ്പത്തല്ല. ആമേൻ, സ്തോത്രം. നമ്മൾ നേടിയെടുത്തതല്ല, മറിച്ച് നമ്മെ വഴി നടത്തേണ്ടത്, നമ്മെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ, ക്രിസ്തുവിന്റെ ആധിപത്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. അപ്പം ഈ പഴയ നിയമത്തിൽ യശയ്യാപ്രവാചകൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വേദഭാഗം നിങ്ങൾ ആലോചിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമേൻ പ്രവചിച്ച പ്രവചന ശബ്ദം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകൻ മൺമറയപ്പെട്ടപ്പോഴും പ്രവചനങ്ങൾക്ക് മരിച്ചിട്ടില്ല, ദൂതുകൾ മരിച്ചിട്ടില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. നിങ്ങൾ കേട്ട ദൈവശബ്ദം, നിങ്ങൾ കേട്ട ആലോചന, ഒരുപക്ഷെ പറഞ്ഞ ആൾ മരണപ്പെട്ടു പോയേക്കാം. പക്ഷെ നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിന് മരണമുണ്ടാകുകയില്ല. നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിന് ആമേൻ ഹല്ലേലൂയ മരണമുണ്ടാകില്ല. പ്രവാചകൻ മറന്നുപോയാലും, പ്രവാചകൻ മൺമറയപ്പെട്ടാലും കേട്ടത് നീയാണെങ്കിൽ വാഗ്ദത്തത്തെ അവൻ നിവർത്തിച്ചിരിക്കും. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ കരയുന്നത്? ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ആർക്കും എതിര് പറയാൻ കഴിയാത്ത വിധത്തിൽ നിത്യമായ
ചില വിടുതലുകളെ, നിത്യമായ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങളെ പരിശുദ്ധാത്മാവിന് അയക്കാൻ പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുകയാണ്. അവൻ ഇന്ന് മകൻ എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവന്റെ ആധിപത്യം നിത്യമായതാണ്, നിത്യമായ ആധിപത്യമാണ്. കാലങ്ങൾ മാറുമ്പോൾ, രാജാക്കന്മാർ മാറുമ്പോൾ ആധിപത്യത്തിന് മാറ്റമുണ്ടാകത്തില്ല. അവന്റെ ആധിപത്യം നിത്യമായതാണ്. ഇന്ന് മകൻ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം, ക്രിസ്തുവിന്റെ ആധിപത്യം നിത്യമായതാണെങ്കിൽ ക്രിസ്തുവിന്റെ കീഴിലായിരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ മക്കളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മേലും സ്വർഗം പകരുന്നത് താൽക്കാലികമല്ല, സ്വർഗം പകരുന്നത് നിത്യമായതായിരിക്കും. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ നിത്യമായതാണ്. ആമേൻ, സ്തോത്രം. ദൈവം നമ്മോട് നാം കേട്ട ദൈവ ശബ്ദങ്ങൾ, ആലോചനകൾ അത് നിത്യമായതായിരിക്കും. അതുപോലെ തന്നെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി അത് താൽക്കാലികമായ ഒരു മറുപടിയല്ല, നിത്യമായ ചില മറുപടികൾ. അതുകൊണ്ട് ഇന്ന് പകൽ മറക്കരുത്, ഒന്ന് നിത്യമായ ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ശത്രുവിനെ എടുത്തു കളയാൻ കഴിയാത്ത വിധത്തിൽ, ശത്രുവിനെ കുറ്റം വിധിക്കാൻ കഴിയാത്ത വിധത്തിൽ നിത്യമായ ചില കാര്യങ്ങൾ നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷ മേഖലയിൽ നിത്യമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുക. ആരൊക്കെ എതിര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ ആരാധിക്കുന്നവൻ ആരാധിക്കട്ടെ. അവൻ നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നിത്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാ നിന്നെ ദൈവം വിളിച്ചത്, നിത്യമായ ചില ആലോചനകൾക്ക് വേണ്ടിയാ ദൈവം നിന്നെ വിളിച്ചത്. അങ്ങനെയെങ്കിൽ നിത്യമായ ചിലത് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. മനുഷ്യൻ തരുന്നതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തരുന്നതിനെ എല്ലാം എടുത്തു കളയാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞേക്കാം. മനുഷ്യൻ തരുന്ന സമ്പത്തിനെ എടുത്തുകൊണ്ട് പോകാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. മനുഷ്യൻ നൽകുന്ന സന്തോഷത്തെ സമാധാനത്തെ എടുത്തു കളയാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞേക്കാം. മനുഷ്യൻ തരുന്ന എന്ത് തന്നാലും അതിനെ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ മനുഷ്യന് കഴിയും. പക്ഷെ ദൈവം നിന്റെ മേൽ പകരുന്നതിനെ എടുത്തുകൊണ്ട് പോകാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിത്യമായ ചില കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്, നിത്യമായ ചില കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. അവൻ ആരാധനയുടെ ഇടയിൽ കർമ്മേലിന്റെ മണ്ഡലങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ആരാധിക്കുന്ന നീ, പ്രാർത്ഥിക്കുന്ന നീ കർമ്മേലിന്റെ മലമുകളിൽ നിൽക്കുമ്പോഴും ലജ്ജിക്കരുത്, തല താഴ്ത്തരുത്. ഇവിടെ നിത്യമായ ചില കാര്യങ്ങൾ ദൈവം നിന്നെ കാണിക്കാൻ പോകുക. അവരും ഇവരുമൊക്കെ പറഞ്ഞേക്കാം ഇവിടെയൊന്നും നടക്കത്തില്ല, ഇവിടെയൊന്നും സംഭവിക്കത്തില്ല. ഇല്ല കുഞ്ഞെ, അവരും ഇവരും അല്ല നിന്നെ വിളിച്ചത്, നിന്നെ വിളിച്ചത് ദൈവമാ. നിത്യമായ ചില കാര്യങ്ങളെ ചില ഭവനത്തിന്റെ അകത്തളങ്ങളിൽ, ചില വ്യക്തികളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്താൻ ദൈവാത്മാവിന്റെ പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക. വിശ്വസിക്കുന്ന ദൈവജനം ആമേൻ അവരം തുറന്നു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് മകൾ വിശ്വസിച്ചാട്ടെ നിത്യമായ ചില വിടുതലുകളെ കർത്താവ് കൈമാറാൻ പോകുക. രോഗത്താൽ നീ ഭാരപ്പെടുകയാണോ? ആമേൻ, ആധിപത്യം ആമേൻ നിത്യമായ ഒരു ആധിപത്യമാണ്. ആമേൻ, അതുകൊണ്ട് ആമേൻ നിത്യമായ ഒരു മരണമാണ്. ഇന്ന് മകൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ രോഗം പകുതിയായവൻ സൗഖ്യമാകത്തില്ല, നിങ്ങളുടെ കടഭാരം പകുതിയായവൻ മാറ്റത്തില്ല, മാറ്റുന്നത് നിത്യമായിട്ടായിരിക്കും. കാരണം എന്റെ യേശു കാൽവറിയിൽ മരിച്ചത് പകുതിയായിട്ടല്ല, അവൻ മരണപ്പെട്ടത് പകുതിയായിട്ടല്ല, അവൻ ഉയർത്തത് പകുതിയായിട്ടല്ല, അവൻ മരിച്ചത് പൂർണ്ണമായിട്ടാണ്, അവൻ മരിച്ചത് നിത്യമായിട്ടാണ്. ഒരിക്കൽ മാത്രമായി എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന് വേണ്ടി അവൻ നിത്യമായി മരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവജനമേ, നിങ്ങളുടെ മേൽ പകരപ്പെടുന്നത് ക്രിസ്തുവിൽ നിന്നുള്ളതാണെങ്കിൽ ക്രിസ്തുവിൽ നിന്നും പകരപ്പെടുന്നത് ഒന്നും താൽക്കാലികമല്ല, അത് നിത്യമായതാണ്. ഹല്ലേലൂയ. ഒരു ദൂതും കൂടെ ഞാൻ കേട്ട് പറയട്ടെ. ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്നെ വിളിച്ചിരിക്കുന്നത് 20 വർഷത്തെയോ 10 വർഷത്തെയോ 5 വർഷത്തെയോ പദ്ധതിക്ക് വേണ്ടിയല്ല, നിത്യമായ ഒരു പദ്ധതിക്ക് വേണ്ടിയാ. തെളിവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മാളിക മുറിക്കകത്ത് ആരംഭിച്ച കൂട്ടായ്മയാ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അവൻ ഇത് താൽക്കാലികമായി തുടങ്ങിയതല്ല, ഒരു മനുഷ്യന്റെ മരണം കഴിയുമ്പോൾ അതുകൊണ്ട് നീണ്ടു പോകുന്നതല്ല, മറിച്ച് അവൻ സ്തോത്രം ഹല്ലേലൂയ, ഇത് നിത്യമായിട്ടുള്ളതാണ്, ഇത് നിത്യമായി നിലനിൽക്കുന്ന മാളിക മുറിയിൽ ആരംഭിച്ചത് ഇന്നോളം ഇവിടെ നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് മകൻ വിശ്വസിക്കുക, ചില വിടുതലുകൾ നിന്റെ വീടിനകത്ത് അവൻ വെളിപ്പെടാൻ പോകുക. നാളുകളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നാളുകളായി നീ ആരാധിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും താൽക്കാലികമായ വിടുതലിന്റെ മേൽ ജയമെടുക്കാൻ
അല്ലെങ്കിൽ ആ ശത്രുവിന്റെ തീയമ്പുകളുടെ മേൽ ജയമെടുത്തുകൊണ്ട് വിടുതലിനെ പ്രാപിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. എന്നാൽ ഇന്ന് മുതൽ ദൈവാത്മാവ് പറയുക, നിത്യമായ ചില കാര്യങ്ങൾ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക, നിത്യമായ ചില ഇടപെടലുകൾ കർത്താവിന്റെ ആത്മാവ് അയക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? നിനക്ക് വേണ്ടത് താൽക്കാലികമല്ല, നിന്നെ വിളിച്ചത് താൽക്കാലികമല്ല. ഞാൻ സേവിക്കുന്ന ദൈവം താൽക്കാലിക ദൈവമല്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഞാൻ സേവിക്കുന്ന ദൈവം എന്റെ സന്തോഷങ്ങളിൽ മാത്രം ഇടപെടുന്ന ദൈവം? നോ, അല്ല. ആ ദൈവത്തിന്റെ പേര് താൽക്കാലിക ദൈവം. എന്നെ വിളിച്ച ദൈവം രോഗത്തെ മാത്രം സൗഖ്യമാക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ പേര് താൽക്കാലിക ദൈവം. എന്നെ വിളിച്ച ദൈവം എന്ത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ ജയിപ്പാൻ എന്റെ കൂടെ ആ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് എനിക്ക് ഭാരമുണ്ടാകാതെ വേണം ഉള്ളം കരത്തിൽ എന്നെ താങ്ങി ആമേൻ ആമേൻ വിഴുങ്ങുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ അണപ്പല്ലുകളുടെ ഇടയിൽ ഞരങ്ങിപ്പോകാൻ വിഴുങ്ങുവാൻ നിൽക്കുന്ന കൊടുങ്കാറ്റുകളുടെയും സമുദ്രത്തിന്റെ നടുവിൽ തകർന്നു പോകാതെ വേണം അതിന്റെ മധ്യത്തിൽ സുരക്ഷിതമായ കരങ്ങളിലൂടെ എന്നെ വഹിച്ചു മറുകര എത്തിക്കുന്ന നിത്യനായ ഒരു ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ആമേൻ, ആണ്ട് തീരും മുമ്പേ ഈ 11ാം മാസത്തിന്റെ 4ാമത്തെ ഞായറാഴ്ചയിൽ ദൈവാത്മാവ് പ്രവചിക്കുന്നു, നിത്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഒരുങ്ങിക്കൊള്ളുക. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിത്യമായ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. എന്റെ വാഗ്ദത്തം വൈകുന്നതെന്നറിയാമോ? നിത്യമായ ചിലതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിത്യമായ ചിലത് വെളിപ്പെടാൻ പോകുക. നിത്യമായ ചിലത് ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുന്നു. നിത്യമായ ചിലത് വെളിപ്പെടാൻ പോകുന്നു. ഒന്ന്, ക്രിസ്തുവിന്റെ ആധിപത്യം നിത്യമായതാണ്. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത പദത്തിലേക്ക് പോകും. ക്രിസ്തുവിന്റെ ആധിപത്യം നിത്യമായതാണ്. ക്രിസ്തു നിത്യമായതാണ്. ക്രിസ്തുവിനെ പിൻപറ്റുന്ന നമ്മൾ ഓരോരുത്തരും നിത്യമായതാണ് എന്ന് പറഞ്ഞാൽ മരണം ഇല്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? സുവിശേഷങ്ങളിൽ യേശു കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നിൽ വിശ്വസിക്കുന്നവന് മരണം ഇല്ല എന്നതാണ്. അതാണ് യാഥാർത്ഥ്യം. മരണം ഇല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ മരണമില്ല. ഒരു ആത്മീയനെ സംബന്ധിച്ച് അവന് മരണമില്ല. അക്ഷരികമായ ഒരു മരണമുണ്ടെങ്കിലും അത് താൽക്കാലികമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ജീവനുണ്ട്. അപ്പം നമ്മുടെ ഒരു ആത്മീയനെ സംബന്ധിച്ച് നിത്യമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാ തുടങ്ങിയത്. ആമേൻ. ഒരുവൻ പട്ടുപോകുമ്പോൾ അവനെ കൊണ്ട് ആ ശുശ്രൂഷ നിൽക്കത്തില്ല. അടുത്ത തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. മാളിക മുറിയിലെ ശുശ്രൂഷ അവിടെ കൊണ്ട് നിന്നില്ല, അടുത്ത തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഏലിയാവിന്റെ മേൽ പകരപ്പെട്ടത് അവിടെ നിന്നില്ല, ഏലീശയുടെ മേലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഏലിയുടെ മേൽ പകർന്നത് മക്കളുടെ മേൽ പകരാൻ മക്കൾ സമ്മതിക്കാതെ വന്നപ്പോൾ, വശവത്വം പ്രവർത്തിച്ചപ്പോൾ ദൈവം അടുത്ത ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് തന്റെ ശുശ്രൂഷ ചെയ്തെടുത്തേ മതിയാകൂ. അതൊരു സീസണിന് വേണ്ടിയുള്ളതല്ല, അത് ചില കാലയളവിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ചില വർഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് നിത്യമായതാണ്. ഉലകം ഉള്ളിടത്തോളം കാലം കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ അത് നിത്യമായി നിലനിൽക്കേണ്ട ഒന്നാണ്. 2ാമത്തെ പദം സക്രിയ പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം 10ാം വാക്യം, പേജ് നമ്പർ 983. സ്തോത്രം. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവിൽ ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കുന്നു. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവുമായിരിക്കും. ഒന്ന്, ക്രിസ്തുവിന്റെ ആധിപത്യം നിത്യമായതാണ്. 2ാമത്തെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവും ആയിരിക്കും എന്ന് പറഞ്ഞാൽ സാർവത്രികമാണ് ക്രിസ്തുവിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ. സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും ക്രിസ്തുവിന്റെ ആധിപത്യം ഉണ്ട് എന്നതാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. അപ്പൊ ഭൂമിയും അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണെങ്കിൽ ഈ ഭൂമണ്ഡലത്തിൽ സകലത്തിലും ക്രിസ്തുവിന്റെ ആധിപത്യം ഉണ്ടായിരിക്കും. കടല് കടന്ന് ക്രിസ്തുവിന്റെ ആധിപത്യം നിന്നു പോകുന്നില്ല, നദി കടന്ന് ക്രിസ്തുവിന്റെ ആധിപത്യം നിന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ വിളിച്ചപ്പം പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ യെരൂശലേമിൽ മാത്രം നിൽക്കണം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ശമരിയയിൽ മാത്രം നിൽക്കണം. അല്ല, ശിഷ്യന്മാരോട് പറഞ്ഞ പദം യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും മാത്രമല്ല, ഭൂമിയുടെ
അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുവിൻ. എന്തുകൊണ്ടാ? ഒരാധിപത്യത്തിന്റെ കീഴിലാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിലും ഒരു പ്രത്യേക ഇടത്ത് മാത്രം ഒതുങ്ങാനല്ല. ഭൂമിയുടെ അറ്റത്തോളം നിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം നിന്നിൽ നിന്നും പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്നിലൂടെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നിന്റെ കൈവപ്പിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നവരുണ്ട്. നിന്നിലൂടെ സൗഖ്യമാക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് മകൾ ഞാൻ നിങ്ങളോട് പറയാം, ചിലതിന്റെ മുടന്തുകളെ മാറ്റാൻ, ചില കുരുട്ട് കണ്ണുകളെ തുറക്കാൻ ദൈവത്തിന്റെ ആധിപത്യം നിന്റെ മേൽ സ്വർഗം കൈമാറുകയാണ്. ഇന്ന് പകൽ കാലം അയക്കുന്ന ഇടങ്ങളിൽ, പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആധിപത്യം ചലിക്കാൻ പോകുക. അത് നിത്യമായതാണ്, അത് നിത്യമായതാണ്, അത് എവിടെയും പ്രവർത്തിക്കുന്നതാണ്, അത് സാർവത്രികമാണ്. ഞാൻ നിങ്ങളോട് പറയാം, അവൻ കടലുകൾ കടന്നു മാത്രമല്ല, സമുദ്രം കടന്നു മാത്രമല്ല, കല്ലറയ്ക്കകത്തത് ചലിക്കപ്പെടും, കാരാഗ്രഹത്തിനകത്തത് ചലിക്കപ്പെടും, പൊട്ടക്കിണറ്റിനകത്തത് വെളിപ്പെടും. ഇന്ന് മകൻ അവന്റെ ആധിപത്യത്തിന് പരിധിയില്ല, അവന്റെ ആധിപത്യത്തിന് പരിമിതികളില്ല. പരിമിതികളെ ഭേദിക്കുന്ന ഒരു ദൈവിക ആധിപത്യമുണ്ട്. അത് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റേതാണ്. അപ്പൊ രണ്ടാമത്തെ പദം സാർവത്രികമാണ്. അവിടെ കൊണ്ട് നിർത്തുകയാണ്, കാരണം സമയം തികയത്തില്ല. സ്തോത്രം. എവിടെയും പ്രവർത്തിക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം. അയ്യോ, നമ്മൾ ചിന്തിച്ചേക്കാം, അയ്യോ ഞാൻ കിടക്കുന്നത് ഇവിടെയാണല്ലോ, ഇവിടെ ആര് വന്നെന്നെ രക്ഷിക്കാനാ, ഇവിടെ ആര് വന്നെന്നെ വിടുവിക്കാനാ, എന്റെ ബന്ധുമിത്രാദികളില്ല, എന്റെ ഉറ്റയോരും ഉടയോരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് സ്തോത്രം ഈ രാജ്യത്ത് കിടക്കുന്നത്. അവൻ എന്നെ ആര് സഹായിക്കാനാ, എന്നെ ആര് വിടുവിക്കാനാ, എന്റെ സങ്കടം ആര് കാണാനാ, സ്തോത്രം എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ആരുമില്ലാത്ത പത്മോസിൽ യോഹന്നാന് വേണ്ടി അദൃശ്യമായ കാര്യങ്ങളെ വെളിപ്പെടുത്താൻ ഒരു ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം നിന്നെ ഏത് കുണ്ടറയിൽ കൊണ്ടിട്ടാലും മനുഷ്യന് കയറി വരാൻ അസാധ്യമെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കയറി വരാൻ അസാധ്യമല്ല. ഇന്ന് മകൾ വിശ്വസിക്കുക, ദൈവം ചിലതിനെ പുറത്തെടുക്കാൻ പോകുക. ദൈവം ചിലതിനെ പുറത്തെടുക്കാൻ പോകുക. ഇന്ന് മുതൽ ആരോടൊക്കെ കർത്താവ് പ്രവചിക്കുക, നിന്റെ വീടിനകത്ത് നീ മാത്രം മതി പ്രാർത്ഥിക്കാൻ, നിന്റെ വീടിനകത്ത് നീ മാത്രം മതി ആരാധിക്കാൻ, നിന്റെ വീടിനകത്ത് നീ മാത്രം മതി ചില മണിക്കൂറുകൾ ദൈവസ്ഥലത്തിൽ ഇരിക്കാൻ. ചിലത് പുറത്തു വരും, ചിലത് പുറത്തു വരും. ഇന്ന് മുതൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ചിലർ പുറത്തു വരാൻ പോകുന്നു, ചിലർ പുറത്തു വരുവാനുള്ള സമയമായി, ചിലർ പുറത്തു വരിക. വെളിപ്പെടാൻ സമയമായി, ചിലത് വെളിപ്പെടാൻ സമയമായി. ഇടങ്കാലുകൾക്കിടയിൽ തലകയറ്റി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ പറയുക, ഒന്നാം തവണ ബാല്യക്കാരെ വിട്ടിട്ട് അവർ ഒന്നും കണ്ടില്ല, പ്രാർത്ഥന നിർത്തിയില്ല. അടുത്തത് രണ്ടാമത് പോയിട്ട് പറയാം, ഒന്നും കണ്ടില്ല, പ്രാർത്ഥന നിർത്തിയില്ല. മൂന്നാമത് വിടുക, പോകുക. സ്തോത്രം. മൂന്നാമത് ഒന്നും കണ്ടില്ല, നാലാമത് ഒന്നും കണ്ടില്ല, അഞ്ചാമത് ഒന്നും കണ്ടില്ല. സ്തോത്രം. ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോഴും ഇടകാലുകൾക്കിടയിൽ തലകയറ്റി വെച്ച് പ്രവാചകന്റെ പ്രാർത്ഥന നിന്നുപോയില്ല. കണ്ടില്ലെന്ന് പറയുമ്പോഴും ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഇല്ല, ഞാൻ ചിലത് കാണാതെ എന്റെ പ്രാർത്ഥന നിർത്തത്തില്ല, ഞാൻ ചിലത് കാണാതെ എന്റെ പ്രാർത്ഥന നിർത്തത്തില്ല. ഇന്ന് മുതൽ വിശ്വസിക്കുന്ന ദൈവജനങ്ങളെ, ഈ ആണ്ടിന്റെ അവസാന നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുക. ചിലത് കാണാതെ നിന്റെ പ്രാർത്ഥന നിർത്തരുത്, ചില ചലനങ്ങൾ കാണാതെ നിന്റെ പ്രാർത്ഥന നിർത്തരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് മുതൽക്കാലം ദൈവം ചിലതിനെ തുറക്കുകയാണ്. ദൈവം ചിലതിനെ തുറക്കുക, ദൈവം ചിലതിനെ തുറക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ചിലതിനെ തുറക്കുക. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കുക. അടഞ്ഞു പോയതിനെ, ശത്രു മണ്ണിട്ട് മൂടിയതിനെ നീ അനുഭവിക്കരുത്. നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കത്തില്ല, നിന്റെ തലമുറയിൽ കിടക്കത്തില്ലെന്ന് വാദിച്ച ചിലതിന്റെ മേൽ ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഇല്ല, ഞാൻ അതിലേക്ക് കടത്താൻ പോകുക. അവന്റെ ശക്തി സാർവത്രികമാണ്. അടുത്ത മത്തായി സുവിശേഷം 8-ാം അധ്യായം 27-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. എന്നാലേ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. എന്നാലേ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ.
5 അപ്പൻ 2 മീനും 5000 കൊടുക്കുന്ന യേശുവിനെ പരിചയമുള്ളൂ. രോഗിയെ സൗഖ്യമാക്കുന്ന യേശുവിനെ പരിചയമുള്ളൂ. മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസം ജ്വലിപ്പിക്കുന്ന യേശുവിനെ പരിചയമുള്ളൂ. കാട്ടത്തെ ഉണക്കുന്ന യേശുവിനെ പരിചയമുള്ളൂ. കടലിനെയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു യേശുവിനെ അവർക്ക് പരിചിതമല്ല. അവരുടെ ചോദ്യം, ഇവൻ ആർ? ഇവൻ പറയുമ്പോൾ കാറ്റും കടലും കൂടി അനുസരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തുവിന്റെ ആധിപത്യം നിത്യമായതാണ്, സമ്മതിക്കുന്നു. ക്രിസ്തുവിന്റെ ആധിപത്യം സാർവത്രികമാണ്, എല്ലാ ഇടങ്ങളിലുമുണ്ട്. 3, ക്രിസ്തുവിന്റെ ആധിപത്യം പ്രകൃതിയുടെ മേലുള്ള ആധിപത്യം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ, അസ്ഥിത്താഴ്വരയിൽ പ്രവാചകനോട് അസ്ഥിയെ നോക്കി പ്രവചിക്കാൻ പറയുമ്പോൾ മനുഷ്യരോട് മാത്രം പ്രവചിച്ച് ശീലമുള്ള പ്രവാചകൻ, കർത്താവേ ഇത് അസ്ഥിയാണ്, എന്ത് പറയുമെന്ന് ചോദിച്ചില്ല. പ്രവചിക്ക എന്ന് പറഞ്ഞാൽ പ്രവചിച്ചാൽ മതി. അസ്ഥിയാണെങ്കിലും പ്രവചിക്കുക, അസ്ഥിയാണെങ്കിലും പ്രവചിക്കുക. പ്രവചിക്കാൻ തുടങ്ങിയാൽ നീ ചിലത് കാണും. ഇന്ന പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ ഇല്ലായ്മയെ നോക്കി പ്രവചിക്കുക, നിന്റെ ശൂന്യതയെ നോക്കി പ്രവചിക്കുക. ചിലത് പൊങ്ങി വരുന്ന നീ കാണും, ചിലത് അവൻ വെളിപ്പെടുന്ന നീ കാണും. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് പ്രവചിക്കാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ശൂന്യതകളെ നോക്കി അയ്യോ എനിക്കില്ലല്ലോ എന്നല്ല, യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്തതിനെ ഞാൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു എന്ന് കമാൻഡ് ചെയ്താൽ നിങ്ങളുടെ ശൂന്യതകൾ നിറവുള്ളതായി തീരും, നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറിപ്പോകാനിടയായി തീരും. ഇന്ന് മകൻ എത്ര പേർ അത് വിശ്വസിക്കുന്നു? പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ് നമ്മളുടെ കർത്താവ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവൻ എങ്ങനെയുള്ളവൻ? കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ്. ഇന്ന് പകലിൽ അവൻ മറന്നു പോകരുത്, അറിഞ്ഞുകൊള്ളുക. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി നിന്നെ വിഴുങ്ങാൻ വന്നാലും ആ പ്രതിസന്ധിക്കകത്ത് നീ ബലഹീനനാണേലും നിന്റെ അകത്തിരിക്കുന്ന ഒരുവനുണ്ട്. അവൻ ബലഹീനനല്ല, അവൻ കരുത്തനാണ്, അവൻ കരുത്തനാണ്. പ്രതിസന്ധി വെളിപ്പെടുമ്പോൾ നിന്നെ നോക്കുന്നതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം. പ്രതിസന്ധി വരുമ്പോൾ നീ നോക്കേണ്ടത് നിന്നെയല്ല, നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിയാൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നോക്കിയാൽ നിശ്ചയമായിട്ടും എത്ര വലിയ പ്രതികൂലം നിന്നെ വിഴുങ്ങാൻ വന്നാലും നിന്നെ തകർക്കാൻ വന്നാലും അതിനകത്ത് നീ പെട്ടുപോകത്തില്ല, അതിനകത്തുനിന്ന് നീ പുറത്തു വരുവാനിടയായി തീരും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ സ്വർഗം അത് ചെയ്യാൻ പോകുകയാ. കടഭാരം നിന്നെ വിഴുങ്ങും, രോഗം നിന്നെ വിഴുങ്ങും. ഇതെല്ലാം ലോകം പറയുന്നതാ, പക്ഷെ ഇതൊന്നും നിന്നെ വിഴുങ്ങത്തില്ല, ഇതൊന്നും നിന്നെ വിഴുങ്ങത്തില്ല. അതിനകത്ത് ചലിക്കുന്ന ഒരു ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടാൻ പോകുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീതെ തലയാക്കി, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീതെ തലയാക്കി, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മതി. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. 3, ക്രിസ്തുവിന്റെ ആധിപത്യം. 4, ക്രിസ്തുവിന്റെ ആധിപത്യം, സഭയുടെ മേലുള്ള ക്രിസ്തുവിന്റെ ആധിപത്യം. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് തന്നെ ഇതിനെ തന്നെ വിഘടിച്ചാൽ തന്നെ അവൻ സ്തോത്രം ദീർഘ സമയങ്ങൾ ദൈവവചനത്തിനായി വേർതിരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തൊടുന്നില്ല. അപ്പം സഭയ്ക്ക് കൊടുത്ത ദൈവത്തിന്റെ ആധിപത്യം എന്താണ്? സഭയ്ക്ക് കൊടുത്ത ആധിപത്യം ഒറ്റവാക്യം പറഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് വിടാം. പത്രോസും ശിഷ്യന്മാരും കൂടെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ ശിഷ്യന്മാർ പറയുകയാണ്, എല്ലാവരും ചാടിക്കേറി ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറഞ്ഞു നീ യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്, മറ്റൊരാൾ പറഞ്ഞു നീ ഏലിയാവെന്ന് പറയുന്നുണ്ട്, മറ്റൊരാൾ പറഞ്ഞു നീ മോശ എന്ന് പറയുന്നുണ്ട്, വേറൊരാൾ പറഞ്ഞു മരിച്ചവരിൽ നിന്ന് ഏതോ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നു എന്ന് പറയുന്നുണ്ട്. പല 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 അഭിപ്രായങ്ങൾ അവിടെ വിളങ്ങിയപ്പോൾ
യേശു അവസാനം ചോദിച്ചു, ജനം എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, കാരണം ജനം എന്നെ കാണുന്നത് ചില മണിക്കൂറുകൾ മാത്രമാണ്. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ മാത്രമേ ജനം എന്നെ കാണുന്നുള്ളൂ, ബാക്കിയുള്ള സമയങ്ങളൊന്നും ജനം എന്നെ കാണുന്നില്ല. അവർ അങ്ങനെ പലതും പറഞ്ഞോട്ടെ, പക്ഷേ 24 മണിക്കൂറും നിങ്ങൾ എന്റെ കൂടെ ഉണ്ട്. എന്റെ ചോദ്യം അവരുടെ അഭിപ്രായമല്ല, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. അപ്പൊ ജനം ചുരുക്കം മണിക്കൂറുകളേ ഉള്ളൂ, അവരങ്ങനെ പറയും, സ്വാഭാവികം. പക്ഷെ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ഒരു വലിയ നിശബ്ദതയുണ്ടായി, ആരും മിണ്ടുന്നില്ല. ഇതിന്റെ നടുവിൽ ഒരുവൻ ചാടി എഴുന്നേറ്റിട്ട് പറയുക, അതെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതാ ഒരു വെളിപ്പാട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാട് പറഞ്ഞിട്ട് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, ഇത് നിനക്ക് വെളിപ്പെടുത്തി സാക്ഷാൽ എന്റെ ദൈവം തന്നെയാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകുന്നു. കണ്ടോ, അടുത്ത പദം പറയുകയാണ്, ഞാൻ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അതാ ക്രിസ്തുവിന് സഭയുടെ മേലുള്ള ആധിപത്യം. സ്തോത്രം. സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ബിൽഡിംഗ് നശിപ്പിക്കാം, വ്യക്തി ജീവിതങ്ങളെ ക്രൂരമായി മുറിവേൽപ്പിച്ച് കൊല്ലാം, പക്ഷേ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ തകർപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങളാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ. അപ്പം സഭയുടെ മേൽ ക്രിസ്തുവിന്റെ ആധിപത്യം. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ സഭായോഗത്തിൽ കൂടി വന്നിരിക്കുന്ന നിങ്ങളുടെ മേലും ആ ക്രിസ്തുവിന്റെ ആധിപത്യം ചലിക്കുക. സഭായോഗത്തിൽ ചലിക്കേണ്ടത് കമ്മിറ്റിക്കാരുടെ ആധിപത്യമല്ല, പരീശന്മാരുടെ ആധിപത്യമല്ല. ആമേൻ, സ്തോത്രം. സഭയിൽ ചലിക്കേണ്ടത് ആമേൻ കുത്തിയുള്ള പ്രസംഗങ്ങളുടെ ആധിപത്യമല്ല, സഭയിൽ ചലിക്കേണ്ടത് ക്രിസ്തുവിന്റെ ആധിപത്യമാണ്. ക്രിസ്തുവിന്റെ ആധിപത്യം ചലിച്ചാൽ എന്താ ഗുണമെന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ചലിച്ചാൽ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, വഴക്കുണ്ടാകും, വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ക്രിസ്തുവിന്റെ ആധിപത്യം ഒരു സഭയ്ക്കകത്ത് ചലിച്ചാൽ അന്ന് രോഗി സൗഖ്യമായിരിക്കും, അന്ന് ഹൃദയത്തിലെ ഭാരങ്ങൾ അഴിഞ്ഞു മാറിയിരിക്കും, അന്ന് വിടുതലുകൾ സംഭവിച്ചിരിക്കും. കാണത്തക്ക നിലവാരത്തിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അകത്തളങ്ങളിൽ ഇരട്ടി ആത്മാവിന്റെ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോകത്തുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ ആധിപത്യം ചലിക്കപ്പെടുന്ന ഒരു സഭ, അവിടെ പോയി ഇരുന്നാൽ മതി ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകാൻ, അവിടെ പോയി ഇരുന്നാൽ മതി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം വെളിപ്പെടാൻ, ഞങ്ങളുടെ ഭാരങ്ങൾ അഴിഞ്ഞു മാറാൻ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പുത്തൻ ശക്തിയോടെ നിങ്ങൾ മടങ്ങിപ്പോകാം. നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങളെ പൊടിക്കാൻ കരുത്തുള്ള ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാപിക്കുക. Shabara Rabal Kana Ragadiandana Adana Shampiriam Shasiandana ഞാൻ നിങ്ങളോട് പറയാം, പല ഭവനങ്ങളിലും ചലിക്കപ്പെടുന്നത് പൈശാചിക ആധിപത്യങ്ങളാ. പല ഭവനങ്ങളിലും ചലിക്കപ്പെടുന്നത് ലോകത്തിന്റെ ആധിപത്യങ്ങളാ, ജഡത്തിന്റെ ആധിപത്യങ്ങളാ, പിശാചിന്റെ ആധിപത്യങ്ങളാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സഭയ്ക്കകത്ത് ചലിക്കപ്പെടുന്നത് പല സഭകളിലും ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആമേൻ ചുരുക്കം ചില സഭകളിൽ ചലിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ആധിപത്യമാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തുവിന്റെ ആധിപത്യം സഭയിൽ ചലിച്ചാൽ ആ ആധിപത്യമായി നീ നിന്റെ വീടിനകത്തെ കയറാവൂ. നിന്റെ വീടിനകത്തെ കയറുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ നോക്കി പറയും, ഇറങ്ങിപ്പോയതുപോലെയല്ല ഇവൻ കയറി വന്നത്. എന്നെ ഓടിക്കാനുള്ള ആയുധവുമായി, എന്നെ തകർക്കാനുള്ള ശക്തിയുമായിട്ടാ ഇവൻ കയറി വന്നത്. അതേ പിശാചേ, നിന്റെ അധീനതയിൽ കിടക്കുന്നവരുടെ എടുക്കലല്ല ഞാൻ പോയിട്ട് വന്നത്. ക്രിസ്തുവിന്റെ ആധിപത്യം വ്യാപരിക്കുന്ന ദൈവസഭയിലാണ് ഞങ്ങൾ കടന്നു പോയിട്ട് വന്നത്. നിശ്ചയമായിട്ട് നിന്റെ സാമ്രാജ്യത്തെ, നിന്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ആധിപത്യത്തിലേക്ക് ഭവനങ്ങൾ ഇന്ന് പകലിൽ വിടുവിക്കപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ ഭവനം കെട്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭവനം ബന്ധിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക, ക്രിസ്തുവിന്റെ ആധിപത്യത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ഭവനത്തെ സ്വതന്ത്രമാക്കാൻ ക്രിസ്തുവിന്റെ ആധിപത്യത്തിൽ മാത്രമേ സാധിക്കൂ. ഒറ്റ വാക്യം കൂടെ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം. അവൻ
അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തി. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. സ്തോത്രം. കണ്ടോ, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3:22. കണ്ടോ, സ്വർഗീയ ശക്തികളുടെ മേൽ പോലും ആധിപത്യം നടത്തുന്ന ഒരു ദൂതന്റെ ഇടപെടൽ കണ്ടോ. സ്വർഗീയ ശക്തികളുടെ മേൽ പോലും ആധിപത്യം നടത്തുന്ന ദൈവാത്മാവിന്റെ ഇടപെടൽ കണ്ടോ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൂതറിയിക്കാൻ ദൈവം ദൂതനെ വിടും. ആമേൻ, സ്തോത്രം. അത് ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ നടക്കുന്നതാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ദൂതന്മാരെ വിടും. നിന്നെ ബലപ്പെടുത്താൻ ദൂതന്മാരെ വിടും. നിന്നെ സഹായിപ്പാൻ ദൂതന്മാരെ വിടും. ആമേൻ. നിന്നെ മനുഷ്യൻ ബന്ധിച്ചതിൽ നിന്നും ബന്ധനത്തെ അഴിച്ചു പുറത്തു കൊണ്ടുവരിക ദൈവം ദൂതന്മാരെ വിടും. ഇതെല്ലാം ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും മേഖലയിൽ പിശാചിനാൽ നിങ്ങൾ വലയുന്നെങ്കിൽ, പിശാചിനാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടുവെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. മടങ്ങി വരിക ക്രിസ്തുവിന്റെ ആധിപത്യത്തിലേക്ക് മടങ്ങി വരിക. ഈ ആധിപത്യം നിത്യമായതാണ്. ഈ ആധിപത്യം സാർവത്രികമായതാണ്. ഈ ആധിപത്യം പ്രകൃതിയുടെ മേൽ പോലും ചലിക്കുന്നതാണ്. ഈ ആധിപത്യം സഭയുടെ മേൽ വ്യാപരിക്കപ്പെടുന്നതാണ്. ഈ ആധിപത്യം സ്വർഗീയ ശക്തികളുടെ മേൽ വെളിപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് ആരാധിക്കുമ്പോൾ ചിലർ പറയത്തില്ലേ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നുവെന്ന്. ആമേൻ. എങ്ങനെയാണ് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത്? ക്രിസ്തുവിന്റെ ആധിപത്യം വെളിപ്പെട്ടാൽ ദൈവം മാത്രമല്ല, ദൂതന്മാരുടെ സർവ്വസന്നാഹങ്ങൾ നമ്മുടെ ആരാധനയ്ക്ക് സാക്ഷികളായി തീരും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, സകലത്തിനും ആധിപത്യമുള്ളവർ യേശു മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ, ആമേൻ, സ്തോത്രം, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ആര്? നിങ്ങളെന്ന ശരീരം, നിങ്ങളെന്ന മന്ദിരം, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ഈ സഭ ചലിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ സഭ ചലിക്കപ്പെടുമ്പോൾ വിടുതലുകൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, പിശാചിന്റെ ആധിപത്യങ്ങളുടെ കീഴിൽ പോകാതെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആധിപത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിശ്ചയമായിട്ട് നിങ്ങൾ വിടുതൽ പ്രാപിക്കും. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വെളിച്ചമുള്ളവരെല്ലാവരും ആമേൻ, ഹല്ലേലൂയ, വെളിച്ചമുള്ളവരാണെന്ന് ചിന്തിക്കരുത്. ആമേൻ, സ്തോത്രം. ആമേൻ. ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ കടന്നു വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ആരെന്ന് ആമേൻ വിവേചിക്കാൻ കഴിയും. ദൈവാത്മാവിന് വിവേചിക്കാൻ കഴിയുന്നത് പോലെ തന്നെ പൈശാചിക മണ്ഡലങ്ങൾക്ക് വിവേചിക്കാൻ കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പം ദൈവത്തിന്റെ ആധിപത്യം, ക്രിസ്തുവിന്റെ ആധിപത്യം, അത് ആമേൻ, സ്തോത്രം, സ്വർഗീയ ശക്തികളുടെ മേലുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഒരു ദൂതൂടെ പറയാം, എങ്ങനെയും എപ്പോഴും ഏത് സമയത്തും പ്രവർത്തിപ്പാൻ കരുത്തുള്ളത് ക്രിസ്തുവിന്റെ ആധിപത്യം മാത്രമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച വാഹനം അവൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് സഹായിപ്പാനായി ഒരു കരം വെളിപ്പെട്ടു എന്ന് വരികയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചവരുടെ കയ്യിൽ നിന്നും നന്മ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും നിങ്ങളുടെ കണ്ണു നിറയുമ്പോൾ, നിങ്ങളുടെ ഹൃദയം പടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരേ ഒരുവൻ, അവന്റെ പേരത്രേ യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിന്റെ ആധിപത്യത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ